പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 4-ാം വാക്യം. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ശിശുസഹജമായ ലാളിത്യമാണ് വിശ്വാസ ജീവിതത്തിൽ നമ്മെ ബലപ്പെടുത്തുന്നതും സ്വർഗരാജ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതുമെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ബുദ്ധിയും യുക്തിയിലും ആശ്രയിച്ച് നമ്മുടെ അഹങ്കാര തള്ളലിൽ ദൈവത്തെ മറന്ന് നമ്മൾ നിലപാടുകൾ എടുക്കാതിരിക്കണമെങ്കിൽ ശിശുസഹജമായ ഒരു ലാളിത്യം, ഒരെളിമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ശിശുക്കളെ പോലെ ആകണം എന്ന് പറയുമ്പോൾ ദൈവം ഒരു എളിമയുടെ മനോഭാവം നമ്മളിലെപ്പോഴും നിലനിർത്തണമെന്ന് കൂടി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു അമ്മ വിഷമിച്ച് കരഞ്ഞ ഒരനുഭവം, അതായത് ഈ അടുത്ത ദിവസം നടന്നതാണ്. അടുത്ത ദിവസം രാത്രി ഒരു 9 മണിയായപ്പോൾ പെട്ടെന്നൊരു ഫോൺ കോള്. എൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തും കൂടെ നിൽപ്പുണ്ടായിരുന്നു. ഫോൺ എടുത്ത് അമ്മ വിളിച്ചു പറയുന്നത്, അച്ഛാ, എൻ്റെ 23 വയസ്സുള്ള മകന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. അവൻ വൊമിറ്റിംഗ് തുടങ്ങിയിട്ട് വൊമിറ്റിംഗ് നിർത്താൻ പറ്റുന്നില്ല. ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിസിൻസൊക്കെ വാങ്ങിച്ചതാണ്. ഈ വൊമിറ്റിംഗ് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വൊമിറ്റിംഗ് നിൽക്കുന്നില്ല. മെഡിസിൻസൊക്കെ എടുത്ത് കഴിച്ചിട്ടും വൊമിറ്റിംഗ് നിൽക്കുന്നില്ല. ഇപ്പോൾ അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം, അവൻ്റെ ഉള്ളിൽ വല്ലാത്ത ഭയം വന്നുകൊണ്ടിരിക്കുകയാണ്. അവനെന്തോ ഒരു മരണഭയം. അച്ഛാ, ഒന്ന് പ്രാർത്ഥിക്കാനായിട്ടാണ് ഞാനിപ്പോൾ വിളിച്ചത്. അമ്മ കരഞ്ഞുകൊണ്ട്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ സംസാരം കേട്ടപ്പോൾ എൻ്റെ അടുത്ത് നിന്ന സുഹൃത്തിന് മനസ്സിലായി എന്തോ പ്രാർത്ഥനാ സഹായം ആവശ്യമായിട്ടുള്ളതാണെന്ന്. അവൻ മനസ്സുകൊണ്ട് കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനും അവരോട് പറഞ്ഞു, നിങ്ങൾ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിന് ഒരു ചിന്ത കൊടുത്തു. അവൻ കൊടുത്ത ചിന്തയാണ്, പെട്ടെന്ന് നിങ്ങൾ അല്പം ചൂടുവെള്ളത്തിൽ നിങ്ങൾ മഞ്ഞൾപ്പൊടിയിട്ട് ഒന്ന് കലക്കി അവന് കൊടുക്കുക. ഒരു അല്പം മഞ്ഞൾപ്പൊടി എടുത്ത് ചൂടുവെള്ളത്തിലിട്ട് കലക്കി അവനെ കുടിക്കാനായിട്ട് കൊടുക്കുക. ഒപ്പം കരുണക്കൊന്തയും ചൊല്ലുക. ഞങ്ങളും പ്രാർത്ഥിക്കാം എന്ന് അവൻ എന്നോട് പറഞ്ഞു. ഇത് പറയാൻ പറഞ്ഞു. ഞാനിത് പറഞ്ഞു, അവരോട് പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടു. ഞങ്ങളും ആ ചെറുപ്പക്കാരന് വേണ്ടി, 23 വയസ്സുള്ള അവന് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിച്ചു, കരുണക്കൊന്ത ചൊല്ലി. പ്രിയമുള്ളവരെ, ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചങ്ങോട്ട് വന്ന ഫോൺ നമ്പറിൽ അങ്ങോട്ട് വിളിക്കാനായിട്ട് ഇടയായി. അങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ട് അച്ഛാ? വളരെ മാറ്റമുണ്ട്. ഇപ്പോൾ അവൻ്റെ വൊമിറ്റിംഗ് കുറഞ്ഞിട്ടുണ്ട്. അവനിപ്പോൾ ശാന്തമായിട്ട് ഇപ്പോൾ ഉണ്ട്. എനിക്കും വല്ലാത്തൊരു ശാന്തത കിട്ടി അച്ഛാ, വല്ലാത്തൊരു ശാന്തത എനിക്ക് കിട്ടി. പ്രിയമുള്ളവരെ, ഈ സംഭവം അത് കഴിഞ്ഞതിന് ശേഷം ഈ ചെറുപ്പക്കാരൻ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ, ഇങ്ങനെ അവൻ്റെ ചിന്തയിൽ പരിശുദ്ധാത്മാ കൊടുത്ത ഒരു ചിന്ത അവൻ പങ്കുവെച്ചു. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കും. വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടിയൊക്കെ ആയി അവൻ ഒരുമിച്ച് കുടുംബജീവിതം നയിക്കുമ്പോൾ ഈ അമ്മയെ അവൻ മറക്കാൻ പാടില്ല. കാരണം ഇവൻ്റെ ഒരു നിർണായക നിമിഷത്തിൽ ഈ അമ്മ എത്രമാത്രം വേദനിച്ച് കരഞ്ഞിട്ടുണ്ട്. അവൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കുവാനായിട്ട്, അതല്ലെങ്കിൽ ഈ രോഗത്തിൽ നിന്ന് അവനെ രക്ഷിക്കുവാനായിട്ട് ഈ അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചത് അവൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കുന്നത് അവന് നല്ലതാണെന്ന് ഈ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ പങ്കുവെച്ചു. എന്നിട്ട് അവൻ പറയാണ്, അച്ഛാ, പലർക്കും ഇതില്ല. അല്പം അറിവും ആരോഗ്യവും സമ്പത്തും പ്രശസ്തിയും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ അവൻ ദൈവത്തെ വെല്ലുവിളിക്കും, മനുഷ്യനെ വെല്ലുവിളിക്കും. ജന്മം നൽകിയ മാതാപിതാക്കളെയും ഉദരത്തിൽ കുഞ്ഞ് രൂപപ്പെടുവാൻ പ്രവർത്തിച്ച ദൈവത്തെയും ഇന്ന് മനുഷ്യൻ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ, നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ അജ്ഞതയാണെന്ന് തിരിച്ചറിയണം. സങ്കീർത്തനം 14:1 പറയുകയാണ്, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ശിശുസഹജമായ ലാളിത്യമില്ലാത്ത വ്യക്തി അവൻ മൂഢത്വത്തിൽ അവൻ പറയും, ദൈവമില്ല, ഞാനാണ് ദൈവം, എൻ്റെ ശക്തിയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. പ്രിയമുള്ളവരെ, എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 18 വചനം പറയുക, ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അഹങ്കാരം വരുമ്പോൾ
എളിമ നഷ്ടപ്പെടും, ലാളിത്യം നഷ്ടപ്പെടും, ശിശു സഹജമായ ഭാവങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഒന്നിലും അഹങ്കരിക്കാതിരിക്കുക. യേശു പറയുകയാണ്, നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നീ ശിശുക്കളെ പോലെ എളിമയുള്ള ലാളിത്യമുണ്ടാകണം. ഇന്ന് കുടുംബങ്ങളിൽ ലാളിത്യം, എളിമ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ശിശുക്കളുടെ ഒരു വലിയൊരു മഹത്വമാണ് അവരുടെ ഒരു ലാളിത്യവും എളിമയും. കാരണം അവർ വലിയ ആളാണെന്ന ഭാവമൊക്കെ കുഞ്ഞുങ്ങൾക്ക് കാണില്ല. അവരെപ്പോഴും സിമ്പിളായിരിക്കും. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ പോലും സിംപ്ലിസിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. എളിമയുടെ തലത്തിൽ ജീവിക്കാൻ തയ്യാറായാലേ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ച് ദൈവത്തെ പോലെ നമ്മൾ, കാരണം അഹങ്കരിച്ചുകൊണ്ട് പറയും, ദുഷ്ടൻ തൻ്റെ അഹങ്കാരത്തള്ളലാൽ അവിടത്തെ അന്വേഷിക്കുന്നില്ല, ദൈവമില്ല എന്നാണ് അവൻ്റെ വിചാരം. സങ്കീർത്തനം 10:4. അപ്പോൾ ദൈവമില്ല എന്ന് വിചാരിച്ച് ഒരു ദുഷ്ടൻ തരം താഴാനായിട്ട് കാരണം എന്താണ്? അവൻ്റെ ഉള്ളിലെ ഈ ശിശു സഹജമായ ലാളിത്യം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. സങ്കീർത്തനം 19-ാം സങ്കീർത്തനം പറയുകയാണ്, ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേല വിളംബരം ചെയ്യുന്നു. പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട്, ദൈവിക ഇടപെടൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നത് തന്നെ ഒരു വിസ്മയമല്ലേ? അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരങ്ങൾ, ദൈവം ആ കുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത് പോലും ദൈവത്തിൻ്റെ അത്ഭുതമല്ലേ? സങ്കീർത്തകൻ പറയുന്നില്ലേ, കർത്താവേ അവിടുത്തെ കരമാണ് എന്നെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എടുത്തത്. കാരണം അത് ദൈവത്തിൻ്റെ വിസ്മയമായ ആ ഒരു കരുതൽ എപ്പോഴും അത് ഉള്ളിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ നമുക്ക് ലളിതമായ മനോഭാവത്തോടെ ജീവിക്കാനായിട്ട് പറ്റും, ലാളിത്യമുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ മറന്നുപോകും. ഈ ചെറുപ്പക്കാരൻ അവൻ്റെ ഒരു നിർണായക നിമിഷത്തിൽ ഈ അമ്മയുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന അവൻ്റെ ഉള്ളിൽ എപ്പോഴും അത് ഉള്ളിൽ കൊണ്ടു നടന്നാൽ അവന് ഈ അമ്മ വാർദ്ധക്യത്തിലായാലും അമ്മയെ സ്നേഹിക്കാനായിട്ട് കഴിയും. വാർദ്ധക്യത്തിൽ ഈ അമ്മയോട് സ്നേഹവും കരുതലും പുലർത്തണമെങ്കിൽ അമ്മ ആ കാലഘട്ടത്തിൽ ഇവൻ്റെ നിർണായക നിമിഷങ്ങളിൽ അമ്മ എടുത്ത വേദനയും നൊമ്പരവും ത്യാഗവും ഇവൻ്റെ മനസ്സിൽ മായാതെ നിൽക്കണം. ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ അംഗീകരിക്കുവാനും കഴിയണമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട വിസ്മയകരമായ കാര്യങ്ങളെ ഒന്ന് ധ്യാനിക്കാനായിട്ട് കഴിയണം. അത് ധ്യാനിക്കുവാൻ എളിമയുള്ള ശിശു സഹജമായ മനസ്സ് വേണം. ഇന്ന് ലാളിത്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടല്ലേ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത്? എളിമയില്ലാത്തത് കൊണ്ടല്ലേ സഭയിൽ പോലും ഇന്ന് അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടി പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ വിശ്വാസ ജീവിതത്തിൽ പോലും കടന്നു വരുന്നത്? എളിമയുണ്ടായിരുന്നുവെങ്കിൽ, ലാളിത്യമുണ്ടായിരുന്നുവെങ്കിൽ പിശാച് നമ്മുടെ കുടുംബ ബന്ധങ്ങളെയും സാമൂഹ്യ ബന്ധങ്ങളെയും സഭാ ശുശ്രൂഷകളെയും തകർക്കുവാനായിട്ട് ഇടവരുമായിരുന്നില്ല. ഇന്ന് നമ്മുടെയൊക്കെ പ്രശ്നങ്ങളിൽ കടന്നു വരാനായിട്ട് കാരണം എന്താണ്? എനിക്കെല്ലാം അറിയാം എന്നുള്ള ചിന്തയാണ്. ലാളിത്യമില്ല, ശിശു സഹജമായ മനസ്സില്ല. നമ്മൾ വിശ്വസിക്കുന്ന ഗുരുവും നാഥനുമായ യേശു കടന്നുപോയ ആ ലാളിത്യം നമ്മൾ ധ്യാനിക്കണം. ഇടയ്ക്കിടയ്ക്ക് ആ ചിന്തകൾ നമ്മുടെ ഉള്ളിലിട്ട് ധ്യാനിക്കണം. ദൈവം എത്രമാത്രം വിസ്മയങ്ങൾ തീർക്കുന്ന ദൈവം എളിമയോടെ ഈ ഭൂമിയിൽ നടന്നു നീങ്ങിയത് നമ്മൾ ധ്യാനിക്കാത്തത് കൊണ്ടല്ലേ നമ്മുടെ ഉള്ളിൽ അഹങ്കാരം വർദ്ധിക്കുന്നത്? കർത്താവ് കടന്നുപോയ എളിമയുടെ തലങ്ങളൊന്ന് ധ്യാനിക്കുക. അവൻ ജനിക്കുന്നത് കാലിത്തൊഴുത്തിലാണ്. കൊട്ടാരത്തിൽ ജനിക്കാനായിട്ടുള്ള ദൈവം, കൊട്ടാരത്തിൽ ജനിക്കുവാനായിട്ടുള്ള സർവ്വ അധികാരവും ശക്തിയുമുള്ള ദൈവം, അവൻ കാലിത്തൊഴുത്തിൽ ജനിക്കുന്നത് അവൻ്റെ എളിമയുടെ ഭാവമല്ലേ? ഒരു ശിശുവായി തന്നെ ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടപെടുന്നത് അവൻ്റെ ലാളിത്യമല്ലേ? സ്വർഗരാജ്യം ശിശുക്കളെ പോലുള്ളവർക്കാണെന്ന് പഠിപ്പിക്കുവാൻ അവൻ ശിശുവായി ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ചു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് അവൻ്റെ പരസ്യ ജീവിതത്തിൽ ഉടനീളം അവൻ തിരഞ്ഞെടുക്കുന്നതൊക്കെ എല്ലാം കുറവുകളുള്ളവരല്ലേ? ലളിതമായ തലങ്ങളിലുള്ളവരെയാണ് അവൻ തിരഞ്ഞെടുക്കുന്നത്. അവൻ്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും അവൻ എല്ലാവരെയും, കുറവുകളുള്ളവരെ പോലും അവൻ ചേർത്തണയ്ക്കുകയാണ്. എളിമയുടെ തലമുള്ളവർക്ക് കുറവുകളുള്ളവരെ ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കൂ. എളിമയുടെ ലാളിത്യമുള്ളവർക്ക് കുറവുകളുള്ളവരെയും ചേർത്ത് നിർത്തുവാനായിട്ടുള്ളൊരു മനസ്സുണ്ടാവുകയുള്ളൂ. യേശു വീണ്ടും ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ്. അവൻ്റെ ലാളിത്യമാണ്, എളിമയുടെ ശിശു സഹജമായ മനസ്സാണ് യേശുവിന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനായിട്ടിടയായത്. ക്രിസ്തു പറയുന്നു, നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ ശിശുക്കളെ പോലെ ആവുക. പാദം കഴുകുന്ന എളിമ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. വീണ്ടും ഓശാനയുടെ നാളിൽ ജെറുസലേം ദേവാലയത്തിലേക്ക് അവൻ പ്രവേശിക്കുന്ന സമയത്തൊക്കെ അവൻ കഴുതക്കുട്ടിയെ തിരഞ്ഞെടുക്കുവാനായിട്ട്, കഴുതയുടെ പുറത്തേക്ക് അവൻ പുറത്ത് കയറി കടന്നു വരുവാനായിട്ട് അവനെ പ്രേരിപ്പിച്ചതും എളിമയുടെ ഭാവമല്ലേ? യേശു ജീവിതത്തിലുടനീളം ലാളിത്യമാണ് കാണിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കുരിശുമരണം വരെ അവൻ ശൂന്യനായിട്ട് മാറി. ഫിലിപ്പിയരുടെ ലേഖനത്തിൽ
2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ലേ, ദൈവമായിരിക്കെ ദൈവത്തിൻ്റെ സമാനത നിലനിർത്തേണ്ടത് ഒരു വലിയ കാര്യമായി പരിഗണിക്കാതെ അവൻ ശൂന്യനായി മാറി കുരിശു മരണത്തോളം. അതെ, അവൻ എളിമയുള്ള ലാളിത്യമുള്ള ഒരു ജീവിതം അവൻ നമുക്ക് മാതൃക നൽകിയത്. നമ്മളും ഈ ഒരു ലാളിത്യം നമ്മുടെ ജീവിതത്തിൽ പുലർത്തണമെന്നാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അഹങ്കാരം കടന്നു വരും. ഇന്ന് വലിയ വലിയ ചില യുവതിയുവാക്കളൊക്കെ ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്ന യുവതിയുവാക്കളെ കാണാൻ പറ്റും. കാരണം എന്താണ്? അവരുടെ ഉള്ളിലെ ശിശുസഹജമായ ലാളിത്യമാണ്, എളിമയാണ്. എന്തൊക്കെ നേടിയെടുത്താലും എന്തൊക്കെ വിജ്ഞാനങ്ങളുണ്ടായാലും ദൈവമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമെന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ട് അവർക്ക് എപ്പോഴും ദൈവത്തോട് ഐക്യപ്പെടുവാനും എളിമയിൽ നിൽക്കാനും അവർക്ക് കഴിയുന്നുണ്ട്. അതല്ലാത്ത വ്യക്തി എന്ത് ചെയ്യും? അല്പം കഴിവും ആരോഗ്യവും യുവത്വമൊക്കെ വന്നു കഴിഞ്ഞാൽ അവന് എല്ലാത്തിനെയും ചോദ്യം ചെയ്യും. എന്താണ്, ദൈവമുണ്ടോ എന്ന് ചോദ്യം ചെയ്യുന്നവരെ നമുക്കിന്ന് കാണുന്നില്ലേ? ദൈവത്തെ നിഷേധിച്ച് ജീവിക്കുന്നവരെ നമ്മൾ കാണുന്നില്ലേ? ദൈവത്തെ വെല്ലുവിളിച്ച് തിന്മകളുടെ പിന്നാലെ പോയി ജീവിക്കുന്നവരെ കാണുന്നില്ലേ? കാരണം എളിമ, ലാളിത്യം നഷ്ടപ്പെട്ടാൽ വ്യക്തി ഇങ്ങനെയുള്ള തിന്മകളിൽ അടിമപ്പെടും. വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ പോലും ദൈവവിശ്വാസികളായിരുന്നു എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അവരുടെ ഉള്ളിലെ ലാളിത്യമാണ് അവരുടെ കണ്ടുപിടുത്തങ്ങളിൽ പോലും ദൈവത്തോട് ഐക്യപ്പെട്ട് നിൽക്കുവാൻ അവരെ സഹായിച്ചത്. ഏകദേശം 300-ൽ പരം ഗവേഷണങ്ങൾ നടത്തി വലിയ വലിയ അത്ഭുതങ്ങൾ കണ്ടെത്തിയ ജോർജ് വാഷിംഗ്ടൺ കാർവർ, അദ്ദേഹം ഈ നാച്ചുറലുള്ള അതുപോലെ തന്നെ പ്രകൃതിയിലുള്ള ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം പറയുകയാണ്, ദൈവത്തിൻ്റെ കൊച്ചു പണിശാലയാണ് എൻ്റെ ലബോറട്ടറി. എൻ്റെ പരീക്ഷണശാല എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൊച്ചു പണിശാലയാണ്. വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ ദൈവത്തിൻ്റെ ഇടപെടലുകളിലൂടെയാണ് വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നൽകിയത്. ലാളിത്യം അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് അഹങ്കരിക്കാനായിട്ടുള്ള മനോഭാവങ്ങളില്ലാതെ പോയി. അഹങ്കരിക്കുവാനായിട്ട് സാധ്യതകൾ ഏറെ ഉണ്ടായിട്ട് പോലും അവർ ലാളിത്യത്തിൽ നിലനിൽക്കുവാൻ സാധിച്ചത് യേശുവിൻ്റെ ഈ ലാളിത്യത്തിൻ്റെ പാഠമാണ്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശിശുക്കളെ പോലെ ആവുക. നമുക്കറിയാം, ലൂയി പാസ്റ്റർ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, ശാസ്ത്രജ്ഞനാണ്. പാസ്റ്ററൈസേഷൻ, ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാൻ കഴിയുന്ന പാസ്റ്ററൈസേഷൻ കണ്ടുപിടിച്ച ലൂയി പാസ്റ്റർ, അദ്ദേഹം 19-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ജപമാല ചൊല്ലി ലാളിത്യത്തോടെ വിശ്വാസ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന വാക്സിനേഷനൊക്കെ കണ്ടുപിടിക്കുവാനായിട്ട് അദ്ദേഹത്തിന് ബലപ്പെടുത്തിയത് ഈ ലാളിത്യമാണ്. മൈക്കൽ ഫാരഡെ, അദ്ദേഹം ഒരു വലിയ ശാസ്ത്രജ്ഞനായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ ഉള്ളിൽ ലാളിത്യം, ശിശുസഹജമായ മനോഭാവം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവരുടെ കണ്ടുപിടുത്തങ്ങളിലും ദൈവത്തെ അംഗീകരിക്കുവാനായിട്ട് അവർ തയ്യാറായി. ഇന്ന് അല്പം ജോലി കിട്ടിക്കഴിയുമ്പോൾ, അല്പം സമ്പത്ത് വർദ്ധിച്ചു കഴിയുമ്പോൾ നമ്മളൊക്കെ ദൈവനിഷേധികളായി സഹോദരങ്ങൾക്കെതിരായി നിലപാടുകൾ എടുക്കുവാൻ കാരണം യേശുവിൻ്റെ ഈ വചനം മറന്നുപോകുന്നത് കൊണ്ടാണ്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ശിശുസഹജമായ തലത്തിലേക്ക്, ലാളിത്യത്തിൻ്റെ തലത്തിലേക്ക് വരിക. എളിമ നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുകയാണ്. ഐസക് ന്യൂട്ടൻ വലിയ ശാസ്ത്രജ്ഞനായിരുന്നു. ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ കണ്ടുപിടിക്കുവാനായിട്ട്, ആ ഫോഴ്സ് മനസ്സിലാക്കുവാനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചതും എല്ലാം അദ്ദേഹത്തിൻ്റെ ഈ ദൈവാശ്രയവും ലാളിത്യവുമാണ്. ദൈവാശ്രയം നഷ്ടപ്പെടുവാനായിട്ട് കാരണം എന്താ? ലാളിത്യം, ശിശുസഹജമായ മനസ്സ് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ദൈവാശ്രയം നഷ്ടപ്പെടും. ശിശുവിന് എപ്പോഴും ആശ്രയ സ്വഭാവം ഉണ്ടാകും. ശിശുക്കളെ പോലെ ആവുക എന്ന് ദൈവം പറയുമ്പോൾ നീ എപ്പോഴും ദൈവത്തെ ആശ്രയിക്കണമെന്ന് കൂടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുക. ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് തീരുമാനങ്ങളുടെ നടുവിലും നീ ദൈവത്തെ ആശ്രയിച്ച് വേണം നിലപാടുകൾ എടുക്കേണ്ടത്. നമുക്കറിയാം, ശിശുക്കൾ എപ്പോഴും ആശ്രയത്തിൽ, അവരെന്ത് കാര്യം വരുമ്പോഴും പെട്ടെന്ന് മാതാപിതാക്കളുടെ കരം പിടിക്കും. അതല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കോൺഫിഡൻസ് ആയിട്ടുള്ള വ്യക്തികളുടെ കരം പിടിച്ച് ആശ്രയത്തിന് അവർ ചേർന്ന് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആശ്രയം വയ്ക്കേണ്ടത് സർവ്വശക്തനായ ദൈവത്തിലാണ്. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണമെങ്കിൽ നീ ശിശുവായ മനോഭാവത്തിലേക്ക് കടന്നു വരണം. മറ്റൊന്ന്, ഈശോ ശിശുസഹജമായ ശിശുക്കളെ പോലെ ആകണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകണം. എപ്പോഴും നമ്മൾ വിസ്മയങ്ങൾ തീർക്കുന്ന ദൈവത്തെ വിസ്മയത്തോടെ കാണാനായിട്ട് സാധിക്കണം. അല്ലാതെ എനിക്കെല്ലാം അറിയാം എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നാൽ നമുക്ക് ഈ ശിശുസഹജമായ ഭാവം നഷ്ടപ്പെടും. അടുത്ത കാലത്ത് ഒരു കുടുംബത്തിൽ നടന്ന ഒരു ചെറിയ സംഭവമാണ്. ജീവിത പങ്കാളിയായ പെൺകുട്ടി, അവൾ ഒരു വലിയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയാണ്, നേഴ്സാണ്. അപ്പോൾ രോഗികളെ, വലിയ വലിയ രോഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ മുറിവുകളുമായിട്ട് വരുന്നവരെയൊക്കെ പരിചരിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന ആ പെൺകുട്ടി വീട്ടിലെത്തി കഴിയുമ്പോൾ അവൾ വീട്ടിൽ ഒരു ദിവസം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി.
അവളുടെ വീട്ടിലെ ആ അവളുടെ കുഞ്ഞു മകള് പെട്ടെന്ന് ഓടിപ്പോകുന്ന സമയത്തൊന്ന് സ്ലിപ്പായി വീണു, തലയിടിച്ചപ്പോൾ ചെറുതായിട്ട് ബ്ലഡ് വരാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് ഇവൾ ഓടി കരഞ്ഞുകൊണ്ട് വന്ന് ആദ്യം പപ്പയുടെ അടുത്താണ് വന്നത്. പപ്പ എൻ്റെ തല പൊട്ടി എന്നും പറഞ്ഞു ഇങ്ങനെ പൊട്ടി കരയുക, പേടിച്ച് ഇങ്ങനെ പൊട്ടി കരയുക. പെട്ടെന്ന് പപ്പയും അല്പമൊന്ന് അസ്വസ്ഥനായി, അദ്ദേഹവും പെട്ടെന്ന് നോക്കി ചെയ്യണം. ഈ സമയത്ത് ഒരു കുലുക്കവും ഇല്ലാതെ ഈ പെൺകുട്ടി, ഈ നേഴ്സ്, ഈ ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അത് പുച്ഛമായിട്ട് ഇതിലൊന്നും കാര്യമില്ല, സിമ്പിളാണ്, ഇതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് അവളുടെ ഉള്ളിലെ ശിശു സഹജമായ ലാളിത്യം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവളിങ്ങനെ നിലപാടെടുക്കാൻ കാരണമായത്. കാരണം ഉള്ളിൽ ഒരു ശിശുത്വമായ മനോഭാവം ഉണ്ടെങ്കിൽ അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് തൻ്റെ കുഞ്ഞിനെ ഒന്ന് വാരി പുണരുമായിരുന്നു, ഒന്ന് സ്നേഹത്തോടെ നോക്കുമായിരുന്നു, എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ എന്ത് പറ്റി. ഇത് നോക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, ശിശു സഹജമായ ഒരു ലാളിത്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഇവളുടെ ചിന്ത എന്താണ്? ഞാൻ എത്രയോ പേരുടെ ഇതെല്ലാം കാണുന്നു, ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊന്നുമില്ല. ഇങ്ങനെ പലതും നിസ്സാരമെന്ന് കരുതുവാൻ നമ്മൾ ഇടയാകുമ്പോൾ ബന്ധങ്ങളിൽ തകർച്ചയുണ്ടാകുന്നു. ഇന്ന് കുടുംബ ബന്ധങ്ങളിലും വിശ്വാസ ജീവിതത്തിലും തകർച്ചകൾ കടന്നു വരുവാൻ കാരണം എനിക്കെല്ലാം അറിയാം എന്നുള്ള അഹങ്കാരമാണ്. ലളിതമായ ലാളിത്യമായ ചിന്തകളോടുകൂടി വിസ്മയങ്ങൾ കാണാനായിട്ടുള്ള ഒരു തുറവി ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലായിടത്തും വിസ്മയങ്ങളല്ലേ ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ മോശയുടെ ഉള്ളിലെ ലളിതമായ ലാളിത്യമാണ് മുൾപ്പടർപ്പ് കത്തുമ്പോൾ അവിടെ ദൈവത്തെ കാണാനായിട്ട് ഇടയായത്. മോശ അത് ഒരു ആകാംക്ഷയോടെ അതിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് മോശയെ നിർബന്ധിച്ചത് ഉള്ളിലെ ശിശു സഹജമായ ആ ലാളിത്യമാണ്. ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ പറ്റുകയില്ല എന്ന് ഈശോ പറയുമ്പോൾ ചുറ്റുപാടുകളിൽ മറ്റുള്ളവരിൽ വിസ്മയങ്ങൾ തീർക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകൾ കാണണമെങ്കിൽ നിൻ്റെ ഉള്ളിൽ ഒരു എളിമയുണ്ടാകണം. ഒരു എളിമയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാം അറിയാം, എനിക്കെല്ലാം അറിയാം എന്നുള്ള ചിന്തയിൽ നമ്മൾ പലതും കാണാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പലരും ദൈവത്തിൽ നിന്ന് അകലുന്നു. എളിമയില്ലാത്തത് കൊണ്ട് അവനായിരിക്കുന്ന ഇടങ്ങളിൽ അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നു. നമ്മൾ യേശുവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 3-ാം തിരുവചനം, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. വീണ്ടും ഈശോ പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25-ൽ യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവീക വിസ്മയങ്ങൾ, ദൈവീക ഇടപെടലുകൾ ദർശിച്ച് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹമാക്കി മാറ്റണമെങ്കിൽ നമുക്ക് എളിമയുണ്ടാകണം, ശിശു സഹജമായ മനസ്സുണ്ടാകണം. എല്ലാറ്റിനെയും ഒന്ന് വിസ്മയത്തോടെ കാണാം, ശിശുവിനെ പോലെ. നമുക്കറിയാം കുട്ടികൾ ഓരോ കാര്യങ്ങൾ കാണുന്നത് വിസ്മയത്തോടെയാണ്. പക്ഷേ നമ്മൾ അല്പം ബുദ്ധിയും ആരോഗ്യവും ജ്ഞാനവും ഒക്കെ, അല്ലെങ്കിൽ ബുദ്ധിയും വിവേകവും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ വിസ്മയങ്ങൾ കുറയുകയാണ്. ഇന്ന് വിസ്മയങ്ങൾ കുറയുന്നത് കൊണ്ട് കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ കാണാൻ കഴിയുന്നില്ല. നിൻ്റെ ജീവിത പങ്കാളിയിലെ വിസ്മയങ്ങൾ കാണണമെങ്കിൽ, നിൻ്റെ കൂടെയുള്ള മക്കളിലെ വിസ്മയങ്ങൾ കാണണമെങ്കിൽ നിൻ്റെ ഉള്ളിൽ ഒരു ലാളിത്യമുണ്ടാകണം, എളിമയുണ്ടാകണം. അതല്ലാതെ എനിക്ക് അല്പം അറിവുണ്ട്, പഠിത്തമുണ്ട്, ഞാൻ വലിയ IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവനാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഈ അഹങ്കാരവും ഈ ധാർഷ്ട്യ മനോഭാവങ്ങളും നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ വിശ്വാസ ജീവിതത്തിലും തകർച്ചകൾക്ക് കാരണമാകുന്നുണ്ടെന്ന് തിരിച്ചറിയുക. സ്വർഗരാജ്യത്തിൽ നിനക്ക് പ്രവേശിക്കണമെങ്കിൽ നീ വിസ്മയങ്ങൾ കാണുവാൻ ശിശു സഹജമായ ലാളിത്യത്തിലേക്ക് കടന്നു വരിക. ഈ ദിനത്തിൽ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച്, കർത്താവെ, നഷ്ടപ്പെട്ടു പോയ ശിശു സഹജമായ ആ ലാളിത്യം, സംഭവങ്ങളെയും ദൈവത്തിൻ്റെ ഇടപെടലുകളെയും വിസ്മയത്തോടെ കാണാനായിട്ടുള്ള വിസ്മയം ഞങ്ങൾക്ക് നൽകണമേ. ഒരു വൈദികൻ അവൻ ഉയർത്തുന്ന തിരുവോസ്തിയിൽ വിസ്മയത്തോടെ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട്, അതിൽ വിശ്വസിക്കുവാനായിട്ട് സഹായിക്കുന്നത് അവൻ്റെ ഉള്ളിലെ ശിശു സഹജമായ ലാളിത്യമാണ്. അതല്ലെങ്കിൽ തിയോളജി പഠിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇതിൻ്റെ ട്രാൻസ്സബ്സ്റ്റാൻഷൻസ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ തിയോളജിക്കലായിട്ടുള്ള ഡെഫിനിഷൻസ് ഒക്കെ കൊടുത്ത് നമ്മൾ അത് എല്ലാം അറിയാമെന്നുള്ള ചിന്തയോടെ ഇരുന്നാൽ വിസ്മയങ്ങൾ തീർക്കുന്ന ദൈവത്തെ നമ്മൾ പരികർമ്മം ചെയ്യുന്ന ശുശ്രൂഷകളിൽ കണ്ടുമുട്ടാൻ പറ്റാതെ വരും. നമ്മുടെ വിശ്വാസ തകർച്ചയ്ക്ക് അത് കാരണമാകും. നമ്മൾ സ്വർഗരാജ്യത്തിൽ നിന്ന് അകറ്റപ്പെടുവാനായിട്ട് അത് കാരണമാകും. നമുക്ക് ദൈവത്തിൻ്റെ വിസ്മയങ്ങൾ കാണുവാൻ ശിശുക്കളാകാം, എളിമയുള്ളവരാകാം. ദൈവം ഈ ദിനത്തിൽ കൃപ കൊണ്ട് നിറയ്ക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അവിടുന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയായിരുന്നല്ലോ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ
സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. കർത്താവെ, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ തക്കവിധം നിഷ്കളങ്കമായ ലാളിത്യവും വിസ്മയങ്ങൾ കാണുവാൻ തക്കവിധമുള്ള വിസ്മയത്തിൻ്റെ കാഴ്ചകളും ഞങ്ങൾക്ക് നൽകണമേ. എല്ലാറ്റിലും മറഞ്ഞിരിക്കുന്ന ദൈവസാന്നിധ്യം, ആകാശം ഭൂമിയും ദൈവത്തിൻ്റെ അത്ഭുതകരമായ വിസ്മയങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്നുള്ള തിരിച്ചറിവോടെ വിസ്മയങ്ങൾ കണ്ട് ദൈവത്തെ ആരാധിച്ച് നന്മയുടെ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.